ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ സെറ്റിങ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് കുറേ നാളായിട്ട് ഇതുപോലെ ഞാൻ മെറ്റിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊരു വലിയൊരു ഭംഗിക്കേട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മെറ്റിലിൻ്റെ താഴെ ഞാൻ നമ്മുടെ റൂബി ഗ്രാസ് ആണ് നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ മെറ്റിലെല്ലാം കൂടി നിരത്തിയിട്ടിട്ട് അവിടെ ഞാൻ ബോർഡർ ഗ്രാസ് ആണ് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പേര് കേട്ട് ആരും ഞെട്ടണ്ട, ഒരുപാട് പേർക്ക് ഈ ഒരു പേര് അറിയാമായിരിക്കും. ആ ഒരു ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു ചെടിയാണ്. നമുക്ക് മുറ്റത്തൊക്കെ നല്ല പച്ചപ്പിൽ നല്ല രീതിക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ബോർഡർ ഗ്രാസ് എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല പച്ചപ്പിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നടാൻ പറ്റിയ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് മണ്ണിടുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. കാരണം ഒരുപാട് മണ്ണ് ഈ ഒരു ഭാഗത്ത് ഇട്ട് നിർത്തണം. അടിയിൽ മെറ്റിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഈ മെറ്റിൽ ഇനി ഇതിനകത്ത് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു പാടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചുറ്റിനും ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ നല്ല രീതിക്ക് മണ്ണിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുന്താലിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറേ മണ്ണ് കുഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുട്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു തൊട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല മണ്ണാണ്, നല്ല കറുത്ത മണ്ണാണ് കേട്ടോ. വീഡിയോയിൽ ആ ഒരു കറുപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും ചെടി നടാൻ എടുക്കുമ്പോഴും നല്ല കറുത്ത മണ്ണ് നോക്കിയാണ് എടുക്കാറ്. വീട്ടുജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുന്ന നേരത്താണ് കേട്ടോ ഇതുപോലെ ഗാർഡൻ സെറ്റിങ്സിനായിട്ട് ഇറങ്ങാറുള്ളത്. പ്രത്യേകിച്ചും കല്ലൂസും കൂടി വേണം. കാരണം വീഡിയോ ഒക്കെ പിടിച്ചു തരാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ വലിയൊരു പാടാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ ഞാൻ ഒരു തൊട്ടി ഒന്നല്ല 3 തൊട്ടി മണ്ണാണ് കേട്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നല്ല രീതിക്ക് ഇതിട്ട് നല്ല രീതിക്ക് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ മണ്ണിന് നല്ല നനവുള്ളത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു മണ്ണ് കൊണ്ടുവന്ന് ഇടാനായിട്ട്. ഇനി ഇത് തട്ടി കൈകൊണ്ട് എല്ലായിടങ്ങളിലും മണ്ണ് നിരപ്പാക്കി ഇടണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബോർഡർ ഗ്രാസ് ചെടി നടാൻ പോകുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നട്ടുവെച്ച് ഇത് നല്ല രീതിക്ക് പിടിച്ചു വന്നാൽ അടിപൊളി ഒരു കാണാനൊരു പ്രത്യേകത തന്നെ ഉണ്ടായിരിക്കും. കാരണം അത്ര ഭംഗിയുള്ളൊരു ചെടിയാണ്. പലരുടെയും വീട്ടിൽ ഈ ഒരു ചെടി മുറ്റത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ബോർഡർ ഗ്രാസ് എന്ന് പറയുന്ന ചെടി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഇതിൻ്റെ കളക്ഷനൊന്നും ഇല്ല. അപ്പോൾ കഴിഞ്ഞ വെയിലായപ്പോഴത്തേക്കും ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് എങ്ങനെയോ എനിക്ക് കുറച്ച് കിട്ടിയത് ഞാൻ ഇതുപോലെ ചെടിച്ചട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴിച്ച് വെച്ച് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണ്ടയാണ് ഞാനിപ്പോൾ വെട്ടിയിട്ട് ഒരുപാട് അങ്ങ് നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ടൊക്കെ ഞാൻ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെടിച്ചട്ടികളിലൊക്കെ തട്ടായിട്ട് മണ്ണ് നിറച്ചിട്ട് ഈ ഒരു ചെടി നടുകയാണെങ്കിൽ നട്ടിട്ട് അത് നല്ല രീതിക്ക് വെട്ടിയിടുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. കാണാനൊരു പ്രത്യേക ലുക്കാണ്. കാരണം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇത് നട്ടേക്കുന്ന കണ്ടു. സൂപ്പറായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുപോലെ നടണമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും നട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാനിത് കൊണ്ടുവന്ന് നട്ടിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെയൊക്കെ ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലും കേസും ഒക്കെ ആയി നടന്നപ്പോഴത്തേക്ക് കുറേ ദിവസം ഞാൻ വെള്ളം ഒഴിച്ചില്ല. ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ചെടി നട്ടു വെച്ചിരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും മധ്യത്ത് ഈ ബോർഡർ ഗ്രാസും ചുറ്റിനും ഈ നമ്മുടെ റൂബി ഗ്രാസും ആയിരുന്നു നട്ടു വെച്ചിട്ടുണ്ടാവുക. അന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കായിരുന്നു നല്ല രസമുണ്ട് കാണാനെന്ന്. പിന്നെ വെയിലൊക്കെ വന്നു, അമ്മയ്ക്ക് ആശുപത്രിയിലൊക്കെ ആയി, അങ്ങനെ കുറേ ദിവസം വെള്ളം ഒഴിക്കാണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും ചെടി നല്ല രീതിക്ക് അങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഈ ചെടി എനിക്ക് കിട്ടില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അന്ന് ഫുള്ളും കരിഞ്ഞു പോയിരുന്നെങ്കിലും മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ വേരൊക്കെ നിന്നിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ പൊട്ടി കിളിർത്ത് വരാൻ തുടങ്ങി. അങ്ങനെ അന്ന് കുറേ ഭാഗങ്ങൾ ഞാൻ വെട്ടി ഇതുപോലെ ചെടിച്ചട്ടിയിലും അവിടെ ഇവിടെയൊക്കെ നട്ടതുകൊണ്ടാണ് എനിക്ക് ഇന്നിത് കിട്ടിയത്. പക്ഷേ ഇനി എന്തായാലും ഞാനിത് ഉണക്കി കളയാൻ യാതൊരു ഉദ്ദേശവുമില്ല. അടിപൊളിയായിട്ട് ഇതൊക്കെ വെച്ചിട്ട് വീട്ടിൻ്റെ പല ഭാഗത്തും ഈ ഒരു ചെടി മാത്രം ഉപയോഗിച്ചിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യണം. ഇതും അരേലിയ നമ്മുടെ റൂബി ഗ്രാസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മൾ ഒരു 10 പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ഒരു ഗാർഡൻ, അടിപൊളി ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ചെടികളൊക്കെ മാത്രം മതി. കാരണം എത്രയൊക്കെ പറഞ്ഞാലും വലിയ രീതിക്കൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ ഇതുപോലെ ഒക്കെ ഗാർഡൻ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്.
എനിക്കാണെങ്കിൽ പണ്ട് മുതലേ വലിയ ആഗ്രഹമായിരുന്നു വീട് നിറച്ചും ചെടിയാക്കണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീട് നിറച്ചും ചെടിയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു ചെടി എല്ലാവരുടെ വീട്ടിലും മിക്ക ആൾക്കാരുടെ വീട്ടിലും കാണും. അപ്പോൾ എവിടെ കിട്ടിയാലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നടണം കേട്ടോ. നട്ടിട്ട് ഇതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ഓരോരോ കുഞ്ഞ് റൗണ്ട് പോലെയൊക്കെ എടുത്തിട്ട് അവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. നല്ല രസമാണ് കേട്ടോ. നമ്മൾ വില കൂടിയ ഇതുപോലെയുള്ള പല ഐറ്റം ചെടികളുമുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ചെടി മാത്രം മതി കേട്ടോ. ഒരുപാട് വീടുകളിൽ ഈ ഒരു ചെടി ഞാൻ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. അധികം വെയിൽ ഇതിന് വേണ്ട. കാരണം വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ എന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേസമയം തണലത്താണെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴേക്കും വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അതുപോലെ തന്നെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകളൊക്കെ വാടിപ്പോവും. പക്ഷേ ഞാനിപ്പോൾ നടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഇത് അവിടെ ഇവിടെയായിട്ട് ഞാൻ കുഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളർന്നു വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.